നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വധിച്ചതിനെതിരെ ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കുവൈറ്റിലുള്ള അമേരിക്കൻ ബേസിലെ സൈനികർ. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും GCC രാജ്യങ്ങൾക്ക് നേരെ ആക്രമണവും കടുപ്പിച്ചതോടെ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു. അമേരിക്കൻ F-15 യുദ്ധവിമാനം കുവൈറ്റിൽ തകർന്നു വീണു. ഇറാൻ ആക്രമണത്തിൽ തകർന്നതാണോ എന്നതിൽ വ്യക്തതയില്ല. ഇറാൻ വെടിവെച്ചിട്ടതെന്ന് അവകാശവാദം. പൈലറ്റുമാർ രക്ഷപ്പെട്ടു. വിമാനം തകർന്നു വീഴുന്നതിന്റെയും രക്ഷപ്പെട്ട പൈലറ്റുമാരുടെയും ദൃശ്യങ്ങൾ പുറത്ത്. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾക്കെതിരായ പ്രതിരോധ ആക്രമണങ്ങൾക്കായി ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്ക. മേഖലയിലുടനീളം ഇറാൻ മിസൈലുകൾ തൊടുക്കുന്നത് തടയുക എന്ന പ്രതിരോധ ലക്ഷ്യത്തിനാണ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാനുള്ള US-ന്റെ അഭ്യർത്ഥന ബ്രിട്ടൻ അംഗീകരിച്ചതെന്ന് കെയർ സ്റ്റാർമർ. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മധ്യപൂർവ്വ ദേശങ്ങളിൽ കുടുങ്ങിപ്പോയ 94,000-ഓളം ബ്രിട്ടീഷുകാരെ നാട്ടിലെത്തിക്കാൻ പദ്ധതി തയ്യാറാക്കി ബ്രിട്ടൻ. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ഇറാൻ ആക്രമണം ബ്രിട്ടീഷ് രാഷ്ട്രീയത്തെയും ചൂടുപിടിപ്പിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമേനിയെ കൊന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ഇടതുപക്ഷ കക്ഷിയായ ഗ്രീൻ പാർട്ടി. കാട്ടുനീതിയാണ് ഡൊണാൾഡ് ട്രംപ് നടപ്പാക്കുന്നതെന്നും യാതൊരു പ്രകോപനവുമില്ലാതെ ഇറാനെ ആക്രമിച്ചത് ഒരിക്കലും നീതീകരിക്കാനാകില്ല എന്നും ഗ്രീൻ പാർട്ടി നേതാവ് സാക് പൊളാൻസ്കി. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ വധത്തിന് പ്രതികാരമായി ലെബനനിലെ ഷിയ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള രംഗത്ത്. ഇസ്രയേലിന് നേരെയുള്ള ഹിസ്ബുള്ളയുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായി. ഇസ്രയേൽ സൈന്യം ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി തിരിച്ചടിച്ചു. ഇറാനിൽ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങളോട് താൽപര്യമില്ല എന്ന് US ജനത. പശ്ചിമേഷ്യയിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് കമ്മിറ്റി യോഗം ചേർന്നു. ഇറാനിൽ US-ഉം ഇസ്രയേലും ചേർന്ന് നടത്തിയ വ്യോമാക്രമണവും തുടർന്ന് ഗൾഫ് രാജ്യങ്ങൾക്കു നേരെയുണ്ടായ ആക്രമണങ്ങളും ചർച്ചാ വിഷയം. ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തി പ്രധാനമന്ത്രി. ഇന്ത്യൻ പൗരന്മാരെ സഹായിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായി കേന്ദ്ര സർക്കാർ. ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ഛത്തീസ്ഗഡിൽ പോസ്റ്ററുകളും ലഘുലേഖകളും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന്റെ ഭാഗമായി വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം എന്നീ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തും. കൃഷി, വിദ്യാഭ്യാസം, ഗവേഷണം തുടങ്ങിയ മേഖലകളിലെ പുതിയ കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. മുതിർന്ന നേതാക്കളിൽ ചിലരെ മത്സരത്തിനിറക്കാനുള്ള ആലോചന ഉപേക്ഷിച്ച് CPM. തോമസ് ഐസക്കും MM മണിയും സ്ഥാനാർത്ഥിമാരാകില്ല. ഉടുമ്പൻചോലയിൽ മണിക്ക് പകരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ മത്സരിക്കും. M സ്വരാജ്, PK ബിജു, പുത്തലത്ത് ദിനേശൻ, EP ജയരാജൻ എന്നിവരും സ്ഥാനാർത്ഥികളായേക്കില്ല. വാർത്തകൾ വിശദമായി. പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വധിച്ചതിനെതിരെ ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ട്. കുവൈറ്റിലുള്ള അമേരിക്കൻ ബേസിലെ സൈനികരാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും GCC രാജ്യങ്ങൾക്ക് നേരെ ആക്രമണവും കടുപ്പിച്ചതോടെ ആകെ കലികേറിയ അവസ്ഥയിലാണ് ട്രംപ്. ഇതോടെ യുദ്ധം മുറുക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ട്രംപ് എന്നാണ് റിപ്പോർട്ട്. ഇറാനെതിരായ സൈനിക നടപടിക്ക് 4 ആഴ്ച വരെ സമയമെടുത്തേക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കി. ഇതൊരു 4 ആഴ്ചത്തെ പ്രക്രിയയാണ്. 4 ആഴ്ചയോളം എടുക്കുമെന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. അതൊരു വലിയ രാജ്യമാണ്. 4 ആഴ്ചയോ അതിൽ കുറവോ സമയമെടുക്കുമെന്ന് ബ്രിട്ടീഷ് പത്രമായ ഡെയിലി മെയിലിനോട് ട്രംപ് പറഞ്ഞു. ഇറാനുമായി കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ട്രംപ് പറഞ്ഞുവെങ്കിലും അതൊന്നും സംഭവിക്കുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. അവർക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയാണ് നിങ്ങൾ സംസാരിക്കേണ്ടിയിരുന്നത്, ഈ ആഴ്ചയല്ല എന്നാണ് ട്രംപ് കൂട്ടിച്ചേർത്തത്. ഇറാന് നേരെ ചരിത്രത്തിലൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിശക്തമായ സൈനിക നടപടി തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ലക്ഷ്യങ്ങൾ പൂർണ്ണമായും കൈവരിക്കുന്നതുവരെ ഈ സൈനിക നീക്കം തുടരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കൂടുതൽ അമേരിക്കൻ പൗരന്മാരോ സൈനികരോ വധിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും ഈ സൈനിക നീക്കം ആത്യന്തികമായി ലോകത്തിന് വലിയ ഗുണം ചെയ്യുമെന്നും ട്രംപ് NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഇറാന്റെ പരമോന്നത നേതാവിനെയും ഡസൻ കണക്കിന് ഉന്നത ഉദ്യോഗസ്ഥരെയും വധിച്ച സൈനിക നീക്കം നിശ്ചയിച്ച സമയത്തേക്കാൾ വേഗത്തിലാണ് പുരോഗമിക്കുന്നതെന്ന് ട്രംപ് അവകാശപ്പെട്ടു. കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ രക്തത്തിന് പകരം ചോദിക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് ചില്ലിംഗ് അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ സേനയ്ക്കെതിരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ഇനി വെച്ചു പറപ്പിക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി. നമ്മുടെ വീരന്മാരുടെ ജീവൻ എടുത്തവർക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല. ഓരോ ആക്രമണത്തിനും അർഹിക്കുന്ന മറുപടി നൽകിയിരിക്കും. ഇത് വെറും ഒരു മുന്നറിയിപ്പല്ല, നടപ്പിലാക്കാൻ പോകുന്ന തീരുമാനമാണ് എന്നും ട്രംപ് പറഞ്ഞു. തന്റെ ഭരണത്തിന് കീഴിൽ ഇറാനെ നിർത്തുമെന്നും അവരുടെ ആണവ മോഹങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. ഞാൻ തമാശ പറയുകയല്ല, അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയാം. മുമ്പ് ഞാൻ കാണിച്ചതിനേക്കാൾ വലിയ കരുത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ അവർ കാണുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. മുൻ ഭരണകൂടത്തിന്റെ നയങ്ങൾ ഇറാനെ സാമ്പത്തികമായി സഹായിച്ചുവെന്നും എന്നാൽ താൻ വന്നതോടെ ആ പണമൊഴുക്ക് നിലച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. അമേരിക്കൻ താൽപര്യങ്ങൾക്കും സൈനികർക്കും നേരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം ഉണ്ടായാൽ അതിന് ഇരട്ടി പ്രഹരം നൽകാനാണ് പെന്റഗണിന് നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ട്രംപിന്റെ പ്രസംഗത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ പാരമ്യതയിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്.
ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾക്കെതിരായ പ്രതിരോധ ആക്രമണങ്ങൾക്കായി ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്ക. മേഖലയിലുടനീളം ഇറാൻ മിസൈലുകൾ തൊടുക്കുന്നത് തടയുക എന്ന പരിമിതമായ പ്രതിരോധ ലക്ഷ്യത്തിനായാണ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാനുള്ള യുഎസിന്റെ അഭ്യർത്ഥന ബ്രിട്ടൻ അംഗീകരിച്ചതെന്നും എക്സിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ കെയർ സ്റ്റാർമർ വ്യക്തമാക്കി. മേഖലയിലുടനീളം ഇറാൻ മിസൈലുകൾ ഉപയോഗിച്ച് നിരപരാധികളായ ആളുകളെ കൊല്ലുകയും ബ്രിട്ടീഷ് പൗരന്മാരുടെ ജീവൻ അപകടത്തിലാക്കുകയും ചെയ്യുന്നത് തടയുന്നതിനായി യുഎസിന്റെ അഭ്യർത്ഥന സ്വീകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കെയർ സ്റ്റാർമർ പറഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട യുഎസ് ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ ബ്രിട്ടൻ പങ്കെടുത്തിട്ടില്ല എന്നും നിലവിലെ ആക്രമണങ്ങളുടെ ഭാഗമാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ ബ്രിട്ടീഷ് പൗരന്മാർ താമസിക്കുന്ന ഹോട്ടലുകളിലും വിമാനത്താവളങ്ങളിലും എത്തിയെന്നും ഇത് ബ്രിട്ടീഷ് പൗരന്മാരെ വലിയ അപകടത്തിലാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യാന്തര നിയമങ്ങൾക്ക് അനുസൃതമായി സുഹൃത്ത് രാജ്യങ്ങളുടെയും സഖ്യകക്ഷികളുടെയും കൂട്ടായ പ്രതിരോധത്തിനാണ് ഈ തീരുമാനമെടുത്തത്. ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾ നിലവിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ അവയുടെ ഉറവിടത്തിൽ തന്നെ നശിപ്പിക്കുക എന്നതാണ് ഭീഷണി ഒഴിവാക്കാനുള്ള ഏക മാർഗമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗ്ലോസെസ്റ്റർഷെയറിലെ RAF ഫെയർഫോർഡ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീകോ ഹാർഷിയ എന്നിവ അമേരിക്ക ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് BBC-യുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ രണ്ട് താവളങ്ങളും മുമ്പ് അമേരിക്ക ദീർഘദൂര ബോംബിംഗ് ദൌത്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മധ്യപൂർവ്വ ദേശങ്ങളിൽ കുടുങ്ങിപ്പോയ 94,000-ഓളം ബ്രിട്ടീഷുകാരെ അവിടെ നിന്നും ഒഴിപ്പിച്ച് നാട്ടിലെത്തിക്കാൻ വൻ പദ്ധതി തയ്യാറാക്കുകയാണ് ബ്രിട്ടൻ. ചുരുങ്ങിയത് 2 ലക്ഷം ബ്രിട്ടീഷുകാരെങ്കിലും വിവിധ ഗൾഫ് രാജ്യങ്ങളിലായി ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. സിവിലിയൻ മേഖലകളിലും ഇറാൻ ആക്രമണം വ്യാപിപ്പിച്ചതോടെ ഇവരെയും ഒഴിപ്പിക്കേണ്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന ഇറാൻ ഡ്രോൺ ആക്രമണത്തിൽ 3 സിവിലിയന്മാർ മരണമടഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് കുടുങ്ങിപ്പോയ ബ്രിട്ടീഷ് പൗരന്മാരോട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതുവരെ 94,000 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുന്നതുവരെ സുരക്ഷിത സ്ഥലങ്ങളിൽ തുടരാനും പ്രാദേശിക അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനും ബ്രിട്ടീഷ് പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ മനോനില തെറ്റിയെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. യുദ്ധത്തിൽ അമേരിക്കയ്ക്കൊപ്പം നിൽക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ബ്രിട്ടന്റെ സൈപ്രസിലുള്ള വ്യോമസേന ആസ്ഥാനത്തും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രാദേശിക സമയം പാതിരാത്രി 12 മണിയോടെയാണ് ലിമാസോളിലുള്ള അക്രോട്ടിരി വ്യോമസേന ആസ്ഥാനത്ത് സ്ഫോടനമുണ്ടായതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. നേരത്തെ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക ആസ്ഥാനങ്ങളിൽ മാത്രം ആക്രമണം നടത്തുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ഇറാൻ ചില സിവിലിയൻ വിമാനത്താവളങ്ങളെയും വിനോദസഞ്ചാരങ്ങളെ കേന്ദ്രങ്ങളെയും ആക്രമിച്ചത് സൗദിയും UAE ഉൾപ്പെടെ അറബ് രാഷ്ട്രങ്ങളുടെ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയിരുന്നു. ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ വ്യോമപാത വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ രാജ്യങ്ങളാണിവ. ഏകദേശം 2000-ഓളം സൈനികരും അവരുടെ കുടുംബങ്ങളുമാണ് സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമസേന ആസ്ഥാനത്തുള്ളത്. ഇവരെ ലക്ഷ്യം വെച്ചായിരുന്നു ഇറാന്റെ ആക്രമണം. ഇറാനിൽ നിന്നുള്ള ആക്രമണം തടയുന്നതിനുള്ള പ്രതിരോധത്തിനായി മാത്രം ബ്രിട്ടീഷ് സൈനിക ആസ്ഥാനങ്ങൾ ഉപയോഗിക്കാൻ കീർ സ്റ്റാർമർ അമേരിക്ക അനുവാദം നൽകിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇറാന്റെ ആക്രമണം നടന്നത്. ബ്രിട്ടീഷ് സൈന്യം ഡ്രോൺ ആക്രമണത്തെ ഫലപ്രദമായി പ്രതിരോധിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. സൈപ്രസിലെ ബ്രിട്ടീഷ് ആസ്ഥാനത്ത് നടന്ന ആക്രമണത്തിന് അവകാശപ്പെടുന്ന ചില വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആധികാരികത ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇറാനുമായുള്ള യുദ്ധത്തിന് അമേരിക്കയോടൊപ്പം ചേരാനുള്ള വൈമുഖ്യം പരസ്യമായി പ്രകടിപ്പിച്ച രാജ്യമാണ് ബ്രിട്ടൻ. എന്നാൽ ഇപ്പോഴത്തെ ഇറാന്റെ ആക്രമണം ബ്രിട്ടനെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചിരിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ. അതിനിടെ വടക്കൻ ഇസ്രയേലിലെ ഹൈഫ സൈനികാസ്ഥാനത്ത് നടന്ന ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ ആസ്ഥാനമായുള്ള ഭീകരവാദി സംഘടനയായ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു. അതിനിടെ മധ്യപൂർവേഷ്യയിലെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം തുടർന്നാൽ പ്രതിരോധിക്കാൻ എത്തുമെന്ന് ഫ്രാൻസും ജർമ്മനിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ഇറാൻ ആക്രമണം ബ്രിട്ടീഷ് രാഷ്ട്രീയത്തെയും ചൂടുപിടിപ്പിക്കുകയാണ്. കാട്ടുനീതിയാണ് ഡൊണാൾഡ് ട്രംപ് നടപ്പാക്കുന്നതെന്ന് ആരോപിച്ച ഗ്രീൻ പാർട്ടി നേതാവ് സാക് പോളാൻസ്കി യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇറാനെ ആക്രമിച്ചത് ഒരിക്കലും നീതീകരിക്കാനാകില്ല എന്നും പറഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അൽ ഖമേനിയെ കൊന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തെ കടുത്ത ഭാഷയിലായിരുന്നു ഇടതുപക്ഷ കക്ഷിയായ ഗ്രീൻസ് വിമർശിച്ചത്. അന്താരാഷ്ട്ര നിയമങ്ങൾ നമ്മുടെ കൺമുന്നിൽ ഇല്ലാതെ ആവുകയാണെന്ന് പറഞ്ഞ പോളൻസ്കി ചരിത്രത്തിൽ ഒരിടത്തും ഒരു രാജ്യത്ത് വിദേശാക്രമണത്താൽ ജനാധിപത്യം സ്ഥാപിച്ച സംഭവം ഇല്ല എന്നും ചൂണ്ടിക്കാട്ടി. ആക്രമണത്തിലുള്ള പ്രതികരണം എന്ന നിലയിൽ ഇറാൻ മധ്യപൂർവ്വ മേഖലയിൽ മിസൈൽ വർഷം നടത്തിയിരുന്നു. സിവിലിയൻ വിമാനത്താവളങ്ങളും ഹോട്ടലുകളും ഒക്കെ ആക്രമണത്തിന് വിധേയമായി. ഇറാന്റെ ഈ നടപടിയെ അപലപിച്ച പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ എന്തുകൊണ്ട് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾ അപലപിച്ചില്ല എന്നും പോളൻസ്കി ചോദിച്ചു. അമേരിക്കയും ഇസ്രായേലിനെയും തെമ്മാടി രാഷ്ട്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച പോളൻസ്കി പ്രധാനമന്ത്രി TV ചാനലുകളിലൂടെ ഈ അന്യായത്തെ ആക്രമണത്തെ പരസ്യമായി അപലപിക്കണമെന്നും ആവശ്യപ്പെട്ടു. മാത്രവുമല്ല പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അമേരിക്കയുമായുള്ള സൈനിക ബന്ധങ്ങൾ ബ്രിട്ടൻ ഉപേക്ഷിക്കണമെന്നും പോളൻസ്കി ആവശ്യപ്പെട്ടു. അതേസമയം പോളൻസ്കിയുടെ ജൽപ്പനങ്ങൾ തികഞ്ഞ വിഡ്ഢിത്തവും ബ്രിട്ടന്റെ ദേശീയ സുരക്ഷയെ തന്നെ അപകടത്തിലാക്കുന്നതുമാണ് എന്നാണ് മുതിർന്ന ടോറി നേതാവും ഷാഡോ വിദേശകാര്യ സെക്രട്ടറിയുമായ പ്രീതി പട്ടേലിന്റെ പ്രതികരണം. അതേസമയം മുൻ ലേബർ നേതാവ് ജെറമി കോർബിനും ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തി. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ആക്രമണം നാശകാരിയും ക്രൂരവുമായ ഒന്നായിരുന്നുവെന്നും നിരവധി നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. ആക്രമണത്തിൽ അയത്തുള്ള ഖമേനി മരണപ്പെട്ട വാർത്ത തീർത്തും ഞെട്ടലുണ്ടാക്കുന്ന ഒന്നായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചർച്ചകളിൽ നിന്നും പിന്മാറി ആക്രമണത്തിന്റെ പാത തിരഞ്ഞെടുത്ത ട്രംപിന്റെ നടപടി ഒരിക്കലും നീതീകരിക്കാനാകില്ല എന്ന് പറഞ്ഞ കോർബിൻ ആക്രമണം കൊണ്ട് ഒരു ഭരണമാറ്റം സാധ്യമാകില്ല എന്ന് തന്നെയാണ് മുൻകാല ചരിത്രങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നതെന്നും ചൂണ്ടിക്കാട്ടി. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ നിയന്ത്രണാതീതമായ
രീതിയിൽ വ്യാപിച്ചേക്കുമെന്ന മുന്നറിയിപ്പ് നൽകാനും കോർബിൻ മറന്നില്ല. കഴിഞ്ഞ ദിവസം യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഖമേനിയുടെ ചിത്രങ്ങളുമായി പ്രകടനം നടത്തിയവർക്കിടയിൽ കോർബിന്റെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഗോർഡൺ ആൻഡ് ഡെന്റൺ ഉപതെരഞ്ഞെടുപ്പിൽ ഗ്രീൻസ് പാർട്ടി നേടിയ വിജയം കുടിയേറ്റ നയങ്ങളിൽ മാറ്റം വരുത്തുമെന്ന വിലയിരുത്തലുകൾക്ക് വിരാമം കുറിച്ച് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് വ്യക്തമാക്കി. ഗ്രീൻസ് പാർട്ടിയുടെ കുടിയേറ്റ സൗഹൃദ നിലപാടുകൾ തിരഞ്ഞെടുപ്പിൽ സഹായിച്ചുവെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും നിലവിലെ കുടിയേറ്റ നയങ്ങളിൽ മാറ്റമില്ല എന്ന് ഷബാന മഹ്മൂദ് ഉറപ്പിച്ചു. അനധികൃത കുടിയേറ്റം രാജ്യത്ത് കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ജനങ്ങളുടെ സുരക്ഷയും സമാധാനവും മുൻഗണനയാണ്. അതിനാൽ സർക്കാർ നയത്തിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് അവരുടെ നിലപാട്. മുസ്ലിം വോട്ടർമാരെ അകറ്റുന്നതാണ് പുതിയ കുടിയേറ്റ നയമെന്ന വിമർശനത്തെ ഷബാന മഹ്മൂദ് തള്ളി. അഭയാർത്ഥി നയങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ തന്നെ തുടരുമെന്നും സീനിയർ ലേബർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഗോർഡൺ ആൻഡ് ഡെന്റൺ ഉപതെരഞ്ഞെടുപ്പിൽ റിഫോം പാർട്ടി മൂന്നാം സ്ഥാനത്തെത്തിയതോടെ ലേബർ പാർട്ടിയുടെ കുടിയേറ്റ നയങ്ങളിൽ മാറ്റം വേണമെന്ന് ചില നേതാക്കളും യൂണിയൻ ജനറൽ സെക്രട്ടറിയും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിന്ന് തെറ്റായ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് ഷബാന മഹ്മൂദ്. അനധികൃതമായി യുകെയിലെത്തുന്നവർക്ക് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കാൻ 20 വർഷം കാത്തിരിക്കേണ്ടി വരുന്ന നിലവിലെ നയം തുടരുമെന്ന് ഹോം സെക്രട്ടറി സൂചിപ്പിച്ചു. അമേരിക്കൻ F-15 യുദ്ധവിമാനം കുവൈറ്റിൽ തകർന്നു വീണു. ഇറാൻ ആക്രമണത്തിൽ തകർന്നതാണോ എന്നതിൽ വ്യക്തതയില്ല. അബദ്ധത്തിൽ വെടിവെച്ചിട്ടതാകാമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. പൈലറ്റുമാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. വിമാനം തകർന്നു വീഴുന്നതിന്റെയും രക്ഷപ്പെട്ട പൈലറ്റുമാരുടെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മിസൈൽ ഡ്രോൺ ആക്രമണ ഭീഷണിയെ തുടർന്ന് US പൗരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിൽ കഴിയാൻ അഭ്യർത്ഥിച്ച് US എംബസി കുവൈറ്റിൽ മുന്നറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. കുവൈറ്റിന് മുകളിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഭീഷണി തുടരുകയാണ്. എംബസിയിലേക്ക് വരരുത്, നിങ്ങളുടെ വീടുകളിൽ താഴത്തെ നിലകളിലും ജനലുകളിൽ നിന്നകന്നും സുരക്ഷിതമായി കഴിയുക, പുറത്തിറങ്ങരുതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കോൺസുലേറ്റ് അഫയേഴ്സ് എക്സിൽ പോസ്റ്റ് ചെയ്തു. എംബസി ജീവനക്കാർ സുരക്ഷിത സ്ഥാനങ്ങളിൽ കഴിയുകയാണെന്നും ആക്രമണം ഉണ്ടായാൽ സുരക്ഷാ പദ്ധതികൾ വിലയിരുത്തുമെന്നും ഡിപ്പാർട്ട്മെന്റ് പൗരന്മാരോട് അഭ്യർത്ഥിച്ചു. സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ല എന്ന് ഇറാനിയൻ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി അലി ലാർജാനി അറിയിച്ചു. ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ US-മായി ചർച്ചകൾ പുനരാരംഭിക്കാൻ താൻ വീണ്ടും ശ്രമിച്ചുവെന്ന് US മാധ്യമങ്ങളുടെ അവകാശവാദങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് അലി ലാർജാനിയുടെ പ്രതികരണം. ഞങ്ങൾ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭ്രാന്തമായ പ്രതീക്ഷകൾ മേഖലയെ കുഴപ്പത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നുവെന്നും ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി പറഞ്ഞു. അമേരിക്കൻ സൈനികരുടെ കൂടുതൽ ജീവഹാനിയെക്കുറിച്ച് ട്രംപ് ഇപ്പോൾ ആശങ്കപ്പെടുകയാണെന്ന് അലി ലാർജാനി കൂട്ടിച്ചേർത്തു. അമേരിക്ക ആദ്യം എന്ന സ്വയം നിർമ്മിച്ച മുദ്രാവാക്യത്തെ ട്രംപ് ഇസ്രായേൽ ആദ്യം എന്നാക്കി മാറ്റി. ഇസ്രായേലിന്റെ അധികാര കൊതിക്കായി അമേരിക്കൻ സൈനികരെ ബലിയർപ്പിക്കുകയും ചെയ്യുകയാണ് ട്രംപ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള അലി ഖമേനിയുടെ വധത്തിനു പ്രതികാരമായി ലെബനനിലെ ഷിയ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതോടെ മേഖലയിൽ സംഘർഷം അതിരൂക്ഷമാകും. ഇതിന് മറുപടിയായി ഇസ്രായേൽ സൈന്യം ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചു. ഖമേനിയുടെ വധത്തിന് പകരമായി ലെബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു. ഇറാൻ പിന്തുണയിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ ശക്തമായി എതിർക്കുന്ന സംഘമാണ്. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് മറുപടിയായി ലെബനനിലെ വിവിധ ലക്ഷ്യങ്ങൾ ആക്രമിക്കുന്നതായി ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചു. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നതായി ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ള വിക്ഷേപിച്ച മിസൈലുകൾ ഇസ്രായേൽ പ്രദേശത്തെ വിജനമായ സ്ഥലങ്ങളിലാണ് പതിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഇസ്രായേലിലേക്കുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയെ അപകടത്തിലാക്കുന്ന ഉത്തരവാദിത്തമില്ലാത്ത പ്രവൃത്തിയാണെന്ന് ലെബനൻ പ്രധാനമന്ത്രി നവാഫ് സലാം വിമർശിച്ചു. ഇത്തരം നീക്കങ്ങൾ ലെബനന് മേൽ ആക്രമണം തുടരാൻ ഇസ്രായേലിന് കാരണമാകുമെന്ന് അദ്ദേഹം എക്സിലൂടെ മുന്നറിയിപ്പ് നൽകി. ഇറാനിൽ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങളോട് താല്പര്യമില്ല എന്ന് US ജനത. റോയിട്ടേഴ്സ് നടത്തിയ സർവേയിൽ 43% ആളുകളും ഇറാനെതിരായ ആക്രമണത്തെ അംഗീകരിക്കാത്തവരും ട്രംപിന്റെ നീക്കത്തെ വിമർശിക്കുന്നവരുമാണ്. 27% ആളുകൾ ട്രംപിനെ പിന്തുണച്ചപ്പോൾ ശേഷിക്കുന്ന 29% ആളുകൾ അഭിപ്രായം വ്യക്തമാക്കിയില്ല. ഇറാൻ നേതാക്കളെ അമേരിക്ക കൊലപ്പെടുത്തിയത് 4 അമേരിക്കക്കാർ മാത്രമാണ് അംഗീകരിക്കുന്നത്. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലും US നീക്കത്തെ എതിർക്കുന്നവരുണ്ട്. 55% റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ US നടത്തിയ ആക്രമണത്തെ പിന്തുണച്ചു. 13% പേർ പിന്തുണയ്ക്കുന്നില്ല എന്നും 32% പേർ അഭിപ്രായമില്ല എന്നും സർവേയിൽ പറയുന്നു. US സൈനികർ കൊല്ലപ്പെടുകയോ സൈനികർക്ക് പരിക്കേൽക്കുകയോ ചെയ്താൽ ഏകദേശം 42% റിപ്പബ്ലിക് പാർട്ടിക്കാർ ട്രംപിന്റെ ഓപ്പറേഷനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത കുറയുമെന്നും റിപ്പോർട്ടിലുണ്ട്. അമേരിക്കൻ ഗ്യാസ് എണ്ണ വിലകൾ വർദ്ധിച്ചാലും ഇറാനെതിരായ നീക്കത്തെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കുറയുമെന്നും സർവേയിൽ പറയുന്നു. 45% അമേരിക്കക്കാരും 34% റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരും 44% സ്വതന്ത്രരും എണ്ണവില കൂടിയാൽ ട്രംപിനെ പിന്തുണയ്ക്കില്ല എന്ന് വ്യക്തമാക്കി. ഡെമോക്രാറ്റുകൾ 74% പേരും ഇറാനെതിരായ ആക്രമണത്തെ എതിർക്കുന്നവരാണ്. 7% മാത്രമാണ് പിന്തുണയ്ക്കുന്നത്. 19% പേർ അഭിപ്രായമില്ല എന്നും വ്യക്തമാക്കി. ഇറാനെതിരായ അമേരിക്കയുടെ സൈനിക നീക്കത്തിനെതിരെ അമേരിക്കയിൽ ജനം തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ന്യൂയോർക്ക്, ലോസ് ആഞ്ചലീസ്, വാഷിംഗ്ടൺ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പ്രതിഷേധക്കാരെത്തി. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 122.62 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.14 യൂറോ. ഒരു US ഡോളർ 91.4 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 107.37 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 66.98 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി സംസാരിക്കുകയും UAEക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുകയും ചെയ്തു.
ഞായറാഴ്ച രാത്രിയാണ് അദ്ദേഹം UAE പ്രസിഡന്റുമായി ബന്ധപ്പെട്ടത്. രാജ്യത്ത് താമസിക്കുന്ന ഇന്ത്യൻ സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് UAE പ്രസിഡന്റിനോട് അദ്ദേഹം നന്ദി പറഞ്ഞു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും പ്രാദേശിക സുരക്ഷയ്ക്കും ഇന്ത്യയുടെ പിന്തുണ അദ്ദേഹം അറിയിച്ചു. UAE പ്രസിഡന്റും എന്റെ സഹോദരനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി സംസാരിച്ചു. ഈ പ്രയാസകരമായ സമയങ്ങളിൽ ഇന്ത്യ UAEക്കൊപ്പം നിൽക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. പശ്ചിമേഷ്യയിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് കമ്മിറ്റി യോഗം ചേർന്നു. ഇറാനിൽ US-ഉം ഇസ്രയേലും ചേർന്ന് നടത്തിയ വ്യോമാക്രമണവും തുടർന്ന് ഗൾഫ് രാജ്യങ്ങൾക്കു നേരെയുണ്ടായ ആക്രമണങ്ങളും യോഗത്തിൽ വിശദീകരിച്ചു. മേഖലയിലുള്ള ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയെക്കുറിച്ച് ഉന്നതതല യോഗം അതീവ ആശങ്ക രേഖപ്പെടുത്തി. ആ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും പരീക്ഷകൾക്ക് ഹാജരാകേണ്ട വിദ്യാർത്ഥികളുടെ സാഹചര്യങ്ങളും യോഗം പ്രത്യേകമായി വിലയിരുത്തി. മേഖലയിലെ സുരക്ഷയും സാമ്പത്തിക വാണിജ്യ പ്രവർത്തനങ്ങളെയും ഈ സാഹചര്യം എങ്ങനെ ബാധിക്കുമെന്ന് കമ്മിറ്റി ചർച്ച ചെയ്തു. പ്രതിസന്ധിയിലായ ഇന്ത്യൻ പൗരന്മാരെ സഹായിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായും യോഗത്തിനു ശേഷം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. സംഘർഷങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും സമാധാന അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരണമെന്നും യോഗം ആവശ്യപ്പെട്ടു. US-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ഛത്തീസ്ഗഡിൽ പോസ്റ്ററുകളും ലഘുലേഖകളും. തലസ്ഥാനത്തെ ഷിയ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ മോമിൻപാറ പ്രദേശത്താണ് പോസ്റ്ററുകൾ കണ്ടതെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഖമേനി പ്രകീർത്തിക്കുന്ന പോസ്റ്ററുകളും US-നെയും ഇസ്രായേലിനെയും വിമർശിക്കുന്ന ലഘുലേഖകളുമാണ് കണ്ടെത്തിയത്. രക്തസാക്ഷിത്വം വഹിച്ച ധീരനായിരുന്നു ഖമേനി എന്നാണ് പോസ്റ്ററുകളിൽ ഹിന്ദിയിൽ എഴുതിയിരുന്നത്. കറുത്ത കുർത്ത ധരിച്ച ഒരു കൂട്ടം ആളുകൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനുമെതിരെ മുദ്രാവാക്യം വിളിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ US പതാകകളും ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ചിത്രങ്ങളും റോഡിൽ ഉപേക്ഷിച്ചതായും കണ്ടെത്തി. പ്രകടനം നടന്നേക്കുമെന്ന് സൂചന ലഭിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. അതേസമയം ഛത്തീസ്ഗഡിൽ നിന്ന് ഇറാനിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്ത എല്ലാവരുടെയും രേഖകൾ സർക്കാരിന്റെ പക്കലുണ്ടെന്ന് ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഹൈദരാബാദ് ഹൌസിൽ രാവിലെ 10:45 മുതൽ നിർണായകമായ പ്രതിനിധിതല ചർച്ചകൾ നടക്കുന്നു. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം എന്നീ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കൃഷി, വിദ്യാഭ്യാസം, ഗവേഷണം തുടങ്ങിയ മേഖലകളിലെ പുതിയ കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. കഴിഞ്ഞ വർഷം മാർച്ചിൽ അധികാരമേറ്റ ശേഷം മാർക്ക് കാർണി നടത്തുന്ന ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. ഫെബ്രുവരി 27 മുംബൈയിലെത്തിയ അദ്ദേഹം ഇന്ന് ഡൽഹിയിലെ ഔദ്യോഗിക പരിപാടികൾക്കു ശേഷം ഓസ്ട്രേലിയയിലേക്ക് തിരിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. പ്രവാസികളുടെ സുരക്ഷ ദേശീയ ഉത്തരവാദിത്വമെന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും അയച്ച കത്തിൽ KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നയതന്ത്ര നടപടികൾ സ്വീകരിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. സംഘർഷം വ്യാപിക്കാനുള്ള സാധ്യത ഉയരുന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളിൽ ആശങ്കയും ഭീതിയും വർദ്ധിച്ചിരിക്കുകയാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സ്വദേശത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് സുരക്ഷിതമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ആവശ്യമായാൽ പ്രത്യേക വിമാന സർവീസുകൾ ഉൾപ്പെടെ അടിയന്തര സംവിധാനം ഉറപ്പാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. ഗൾഫ് മേഖലയിലേക്ക് സംഘർഷം വ്യാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അവിടുത്തെ ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും ഇന്ത്യൻ പൗരന്മാരുമായി നിരന്തരം ബന്ധം പുലർത്തുകയും ആവശ്യമായ ഘട്ടങ്ങളിൽ സഹായം എത്തിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യണമെന്ന് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. പ്രവാസി ഇന്ത്യക്കാരുടെ ജീവൻ സംരക്ഷിക്കുകയും അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയ വിഷയമല്ല, ദേശീയ ഉത്തരവാദിത്തമാണ് എന്ന ശക്തമായ നിലപാടോടെയാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുതിർന്ന നേതാക്കളിൽ ചിലരെ മത്സരത്തിനിറക്കാനുള്ള ആലോചന ഉപേക്ഷിച്ച് CPM. തോമസ് ഐസക്കും MM മണിയും സ്ഥാനാർത്ഥിമാരാകില്ല. ഉടുമ്പൻചോലയിൽ മണിക്ക് പകരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ മത്സരിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M സ്വരാജ്, PK ബിജു, പുത്തലത്ത് ദിനേശൻ, EP ജയരാജൻ എന്നിവരും സ്ഥാനാർത്ഥികളായേക്കില്ല. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തുറയിൽ മത്സരിച്ചേക്കും. സ്വരാജ് മത്സരിക്കണമെന്നായിരുന്നു ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം. തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മത്സരിക്കില്ല. പകരം അദ്ദേഹത്തിന്റെ ഭാര്യ PK ശ്യാമള സ്ഥാനാർത്ഥിയായേക്കും. ആന്തൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ ആയിരുന്നു ശ്യാമള. ഇതിനെതിരെ സ്ഥാനാർത്ഥി പട്ടിക തീരുമാനിക്കാനായി ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ വൈകാരികമായി സംസാരിച്ചു. അവരെ ഒഴിവാക്കിയുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് യോഗം പരിഗണിച്ചിരുന്നത്. മന്ത്രിമാരും നിലവിലെ MLA-മാരിൽ ഭൂരിപക്ഷവും മത്സരിക്കട്ടെ എന്നാണ് തീരുമാനമെന്നിരിക്കെ എന്നെ മാത്രം എന്തിനാണ് മാറ്റി നിർത്തുന്നത് എന്നായിരുന്നു ശൈലജയുടെ ചോദ്യം. മട്ടന്നൂരുമായി വൈകാരിക ബന്ധമുണ്ട്, ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ടൈം വ്യവസ്ഥയിൽ ഇളവ് നൽകി എല്ലാവർക്കും വീണ്ടും മത്സരിക്കാൻ അവസരം നൽകുമ്പോൾ തന്നെ മാത്രം മാറ്റി നിർത്തുന്നത് എന്തിനാണ്? മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നും ശൈലജ പറഞ്ഞു. ഇതിനൊടുവിലാണ് എങ്കിൽ പേരാവൂർ മത്സരിക്കട്ടെ എന്ന യോഗത്തിൽ ധാരണയായി. ഇതേക്കുറിച്ച് ശൈലജ കൂടുതലൊന്നും പറഞ്ഞില്ല എന്നാണ് വിവരം. പേരാവൂരിൽ ഇരിട്ടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈന്റെ പേരാണ് പട്ടികയിൽ. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തുള്ള റവാഡ ചന്ദ്രശേഖറിന്റെ കാലാവധി നീട്ടി ഉത്തരവിറങ്ങി. 2027 ജൂൺ 30 വരെയാണ് കാലാവധി നീട്ടിയത്. DGP സ്ഥാനത്തെ കാലാവധി 2 വർഷമായിരിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് തീരുമാനം. ഈ വർഷം ജൂൺ 30-ന് റവാഡ വിരമിക്കേണ്ടിയിരുന്നു. ഇതാണ് നീട്ടിയത്.
2025 ജൂലൈ 1 സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റത്. ഷേഖ് ദർവേഷ് സാഹിബ് വിരമിച്ച ഒഴിവിലേക്കാണ് റവാഡ ചന്ദ്രശേഖർ IPS പുതിയ പോലീസ് മേധാവിയായി എത്തിയത്. 1991 IPS ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. വലിയ വിവാദങ്ങളായിരുന്നു റവാഡ ചന്ദ്രശേഖറിന്റെ നിയമനത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായത്. കൂത്തുപറമ്പ് വെടിവെപ്പിന് നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥനായിരുന്നു റവാഡ ചന്ദ്രശേഖർ. പിന്നാലെ സസ്പെൻഷനിലായി. പിന്നീട് KAP കമാൻഡറായാണ് മടങ്ങിയെത്തിയത്. പോലീസ് മേധാവിയായി നിയമിക്കപ്പെടുന്ന സമയത്ത് റവാഡയെ പൂർണ്ണമായും ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയുമാണ് CPIM നേതാക്കൾ ചെയ്തത്. ഇറാനെതിരെയുള്ള US-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ മത്സരം മാറ്റിവെച്ചു. ഖത്തറിൽ മാർച്ച് 27 നടക്കാൻ നിശ്ചയിച്ചിരുന്ന മത്സരമാണ് അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചത്. സംഘർഷം മിഡിൽ ഈസ്റ്റിലേക്കും വ്യാപിച്ചതിന് പിന്നാലെയാണ് മത്സരത്തിന്റെ നടത്തിപ്പിൽ തിരിച്ചടിയായിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം കലുഷിതമായ സാഹചര്യത്തിൽ ഖത്തറിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ മത്സരങ്ങളും അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചതായി ഖത്തർ FA അറിയിച്ചു. സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് ഖത്തർ FA വിവരം പുറത്തുവിട്ടത്. നിലവിലെ യൂറോ കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിനും നിലവിലെ കോപ്പ അമേരിക്ക ജേതാക്കളായ അർജന്റീനയുമാണ് ഫൈനലിസിമ കിരീട പോരാട്ടത്തിൽ നേർക്കുനേർ എത്തുന്നത്. ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. UEFA പ്രഖ്യാപിക്കുകയും ചെയ്ത മത്സരം നിലവിലെ സംഘർഷ സാഹചര്യം പരിഗണിച്ചാണ് മാറ്റിവെച്ചത്. ഇതിഹാസ താരം ലയണൽ മെസ്സിയും ബാഴ്സലോണയുടെ യങ് സെൻസേഷൻ ലാമിൻ ലയാമും നേർക്കുനേർ വരുന്നു എന്നതിനാൽ തന്നെ ആരാധകർ ഏറെ കാത്തിരുന്ന മത്സരമായിരുന്നു ഇത്. 2026 ലോകകപ്പിന് മുമ്പ് നടക്കുന്ന മേജർ പോരാട്ടമെന്ന നിലയിൽ ഫിഫ വലിയ പ്രാധാന്യമാണ് മത്സരത്തിന് നൽകിയിരുന്നത്. നിലവിൽ അർജന്റീനയാണ് ഫൈനലിസിമ ചാമ്പ്യന്മാർ. 2022 യൂറോ ചാമ്പ്യന്മാരായ ഇറ്റലിയെ വീഴ്ത്തിയാണ് മെസ്സിയും സംഘവും കിരീടം ഉയർത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വധിച്ചതിനെതിരെ ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കുവൈറ്റിലുള്ള അമേരിക്കൻ ബേസിലെ സൈനികർ. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും GCC രാജ്യങ്ങൾക്ക് നേരെ ആക്രമണവും പഠിപ്പിച്ചതോടെ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു. അമേരിക്കൻ F-15 യുദ്ധവിമാനം കുവൈറ്റിൽ തകർന്നു വീണു. ഇറാൻ ആക്രമണത്തിൽ തകർന്നതാണോ എന്നതിൽ വ്യക്തതയില്ല. ഇറാൻ വെടിവെച്ചിട്ടതെന്ന് അവകാശവാദം. പൈലറ്റുമാർ രക്ഷപ്പെട്ടു. വിമാനം തകർന്നു വീഴുന്നതിന്റെയും രക്ഷപ്പെട്ട പൈലറ്റുമാരുടെയും ദൃശ്യങ്ങൾ പുറത്ത്. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾക്കെതിരായ പ്രതിരോധ ആക്രമണങ്ങൾക്കായി ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്ക. മേഖലയിലുടനീളം ഇറാൻ മിസൈലുകൾ തൊടുക്കുന്നത് തടയുക എന്ന പ്രതിരോധ ലക്ഷ്യത്തിനാണ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാനുള്ള US-ന്റെ അഭ്യർത്ഥന ബ്രിട്ടൻ അംഗീകരിച്ചതെന്ന് കെയർ സ്റ്റാർമർ. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മധ്യപൂർവ്വ ദേശങ്ങളിൽ കുടുങ്ങിപ്പോയ 94,000-ഓളം ബ്രിട്ടീഷുകാരെ നാട്ടിലെത്തിക്കാൻ പദ്ധതി തയ്യാറാക്കി ബ്രിട്ടൻ. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ഇറാൻ ആക്രമണം ബ്രിട്ടീഷ് രാഷ്ട്രീയത്തെയും ചൂടുപിടിപ്പിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമേനിയെ കൊന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ഇടതുപക്ഷ കക്ഷിയായ ഗ്രീൻ പാർട്ടി. കാട്ടുനീതിയാണ് ഡൊണാൾഡ് ട്രംപ് നടപ്പാക്കുന്നതെന്നും യാതൊരു പ്രകോപനവുമില്ലാതെ ഇറാനെ ആക്രമിച്ചത് ഒരിക്കലും നീതീകരിക്കാനാകില്ല എന്നും ഗ്രീൻ പാർട്ടി നേതാവ് സാക് പൊളാൻസ്കി. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പ്രതികാരമായി ലെബനനിലെ ഷിയ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള രംഗത്ത്. ഇസ്രായേലിന് നേരെയുള്ള ഹിസ്ബുള്ളയുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായി. ഇസ്രായേൽ സൈന്യം ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി തിരിച്ചടിച്ചു. ഇറാനിൽ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങളോട് താല്പര്യമില്ല എന്ന് US ജനത. പശ്ചിമേഷ്യയിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് കമ്മിറ്റി യോഗം ചേർന്നു. ഇറാനിൽ US-ഉം ഇസ്രായേലും ചേർന്ന് നടത്തിയ വ്യോമാക്രമണവും തുടർന്ന് ഗൾഫ് രാജ്യങ്ങൾക്കു നേരെയുണ്ടായ ആക്രമണങ്ങളും ചർച്ചാ വിഷയം. ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തി പ്രധാനമന്ത്രി. ഇന്ത്യൻ പൗരന്മാരെ സഹായിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായി കേന്ദ്ര സർക്കാർ. ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ഛത്തീസ്ഗഡിൽ പോസ്റ്ററുകളും ലഘുലേഖകളും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന്റെ ഭാഗമായി. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം എന്നീ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തും. കൃഷി, വിദ്യാഭ്യാസം, ഗവേഷണം തുടങ്ങിയ മേഖലകളിലെ പുതിയ കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. മുതിർന്ന നേതാക്കളിൽ ചിലരെ മത്സരത്തിനിറക്കാനുള്ള ആലോചന ഉപേക്ഷിച്ച് CPM. തോമസ് ഐസക്കും MM മണിയും സ്ഥാനാർത്ഥിമാരാകില്ല. ഉടുമ്പൻചോലയിൽ മണിക്ക് പകരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ മത്സരിക്കും. M സ്വരാജ്, PK ബിജു, പുത്തലത്ത് ദിനേശൻ, EP ജയരാജൻ എന്നിവരും സ്ഥാനാർത്ഥികളായേക്കില്ല. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.